ധാരാളം എൻസൈമുകളും വിവിധതരം മറ്റു പോഷകങ്ങളും കാണപ്പെടുന്നതിനാൽ ഗർഭിണികൾക്കും കുട്ടികൾക്കും പ്രമേഹമുള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കുമൊക്കെ വളരെ നല്ലതാണ് കിവിപ്പഴം. ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. സ്ത്രീകളുടെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമായ ഫ്രൂട്ടാണ് കിവിപ്പഴം. ഗർഭിണികൾക്കും കിവിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം ഫോളിക് ആസിഡുകളാൽ സമ്പുഷ്ടമാണ് കിവിപ്പഴം. വിറ്റമിൻ ബി അടങ്ങിയ കിവിപ്പഴം ഗർഭസ്ഥ ശിശുവിൻ്റെ കോശങ്ങളുടെ രൂപീകരണത്തിനും പ്രവർത്തനത്തിനും സഹായിക്കുന്നു. കൂടാതെ മലബന്ധവും അതിനോടനുബന്ധിച്ചുള്ള പ്രശ്നങ്ങളും ഗർഭിണികളിൽ സാധാരണയായി കാണപ്പെടുന്ന പ്രശ്നങ്ങളാണ്. അതിനാൽ നാരുകൾ ധാരാളമടങ്ങിയ കിവിപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇത് മലബന്ധവും മറ്റു പ്രശ്നങ്ങളും കുറയ്ക്കുന്നതിന് സഹായിക്കുന്നു. മാത്രമല്ല, കിവിപ്പഴം ദിവസേന കഴിക്കുന്നത് ദഹനം മെച്ചപ്പെടുത്തുകയും ഗ്യാസ്, ഛർദി, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പരിഹരിക്കുകയും ചെയ്യും. ഏറ്റവും പോഷകമൂല്യ പഴങ്ങളിലൊന്നാണ് കിവിപ്പഴം. അതിനാൽ ഗർഭിണികൾ കിവിപ്പഴം ഒഴിവാക്കാതെ കഴിക്കാൻ ശ്രമിക്കണം. ഇനി നിങ്ങൾക്ക് പ്രത്യുൽപാദനശേഷി കുറവാണെങ്കിൽ കിവിപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. കാരണം ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഫെർട്ടിലിറ്റിയെ പ്രതികൂലമായി ബാധിക്കുന്ന ഫ്രീ റാഡിക്കലുകൾക്കെതിരെ പ്രവർത്തിക്കുന്നു. കൂടാതെ കിവിപ്പഴം കൊഴുപ്പിനെ നശിപ്പിക്കുകയും കൂടുതൽ ഊർജം നൽകുകയും ചെയ്യും. അതിനാൽ അമ്മയാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ പഴം വളരെ ഗുണം ചെയ്യുന്നതാണ്. വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമാണ് കിവിപ്പഴം. ഗർഭം അലസിയവർക്കും കിവിപ്പഴം ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഓറഞ്ചിനുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി കിവിയിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭകാലത്തുണ്ടാകുന്ന വിഷാദവും മാനസിക സമ്മർദ്ദവും അകറ്റാൻ കിവിപ്പഴം കഴിക്കാവുന്നതാണ്. സ്വാദിഷ്ടമായ അല്പം പുളിയും ഇളം മധുരമുള്ള രുചിക്ക് പുറമെ ചെമ്പ്, പൊട്ടാസ്യം, വൈറ്റമിൻ സി, ഫോളേറ്റ് തുടങ്ങിയ പോഷകങ്ങൾ കിവി പഴത്തിൽ നിറഞ്ഞിരിക്കുന്നു. കൂടാതെ പോളിഫീനോൾസ് എന്നറിയപ്പെടുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നല്ലൊരു ഉറവിടം കൂടിയാണ് കിവിപ്പഴം. എല്ലാ വൈറ്റമിൻസിനും മിനറൽസിനും പുറമെ ഫിനോൾസ്, കരോട്ടിനോയിഡുകൾ തുടങ്ങിയ ഫൈറ്റോ കെമിക്കൽ ആൻറ്റി ഓക്സിഡൻറ്റുകൾ കിവി പഴത്തിൽ അടങ്ങിയിട്ടുണ്ട്. അടുത്തത്, ഷുഗറുള്ളവർക്ക് വളരെ നല്ലതാണ് കിവിപ്പഴം. ഗ്ലൈസീമിക് ഇൻഡെക്സ് കുറവായതിനാൽ പ്രമേഹമുള്ളവർക്ക് ഈ പഴം കഴിക്കാവുന്നതാണ്. ഇത് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുകയും കൂടാതെ പ്രമേഹത്തോടനുബന്ധിച്ചുള്ള മറ്റു പ്രയാസങ്ങൾ കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു. അതിനാൽ ഷുഗറുള്ളവർ ഒഴിവാക്കാതെ കിവിപ്പഴം കഴിക്കാൻ ശ്രമിക്കണം. അടുത്തത്, ആരോഗ്യകരമായ ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കിവിപ്പഴം ഡയറ്റിൽ ഉൾപ്പെടുത്തുക. മറ്റു പഴങ്ങളെ അപേക്ഷിച്ചു കിവിയിൽ കലോറി താരതമ്യേന കുറവാണ്. അതായത് ഏകദേശം 44 കലോറിയും ധാരാളം നാരുകളും അടങ്ങിയിട്ടുണ്ട്. അധിക പൗണ്ട് കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ കിവിപ്പഴം നല്ലൊരു മികച്ച ഭക്ഷണമായി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. ഇനി ഹൃദയാരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു എന്നതാണ് കിവിപ്പഴത്തിൻ്റെ മറ്റൊരു ഗുണം. കാരണം ഇവ കഴിക്കുന്നത് മൂലം HDL എന്ന ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ട്രൈഗ്ലിസറൈഡുകൾ എന്ന ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും പ്ലേറ്റ്ലെറ്റ് അഗ്രഗേഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. അതിനാൽ കൊളസ്ട്രോൾ ഉള്ളവർ കൊളസ്ട്രോൾ കുറയ്ക്കാനായി കിവിപ്പഴം കഴിക്കാവുന്നതാണ്. അടുത്തത്, ആരോഗ്യകരമായ കൊളാജൻ ഉൽപ്പാദനത്തിനും കോപ്പർ വളരെ പ്രധാനപ്പെട്ടതാണ്. കോശങ്ങളുടെ ദ്രാവക സന്തുലിതാവസ്ഥയിൽ പൊട്ടാസ്യവും നിർണായക പങ്ക് വഹിക്കുന്നു. കൂടാതെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിനും പൊട്ടാസ്യം പ്രധാനമാണ്. അതിനാൽ ഇത്തരം ആരോഗ്യ ഗുണങ്ങൾക്കായി കിവിപ്പഴം കഴിക്കുക. വൈറ്റമിൻ സി ധാരാളമടങ്ങിയ പഴമാണ് കിവിപ്പഴം. കിവിയിലെ വൈറ്റമിൻ സി ആണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. ശരീരത്തിലെ പ്രോട്ടീനുകളുടെ ദഹനത്തിന് സഹായിക്കുന്ന എൻസൈം എന്ന ഘടകം കിവിയിലുണ്ട്. ഇത് വിട്ടുമാറാത്ത മലബന്ധം പ്രശ്നം അകറ്റുന്നതിന് സഹായിക്കുന്നു. കിവിപ്പഴത്തിലെ നാരുകളും ഫൈറ്റോ കെമിക്കലുകളും ആമാശയം, കുടൽ, വൻകുടൽ എന്നിവയിലെ അർബുദങ്ങൾ തടയുന്നതിന് സഹായിക്കുന്നു. മാനസികാവസ്ഥയ്ക്കും ശരീരഭാരം നിയന്ത്രിക്കുന്നതിനും ആരോഗ്യത്തിൻ്റെ മറ്റു പല പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനും ഉറക്കത്തിൻ്റെ ഗുണനിലവാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഭക്ഷണക്രമം പലതരത്തിൽ നിങ്ങളുടെ ഉറക്കത്തിൽ വലിയ സ്വാധീനം ചെലുത്തും. അതിനാൽ ഉറക്കമില്ലായ്മ എന്ന പ്രശ്നം അനുഭവിക്കുന്നവർ ഉറക്കത്തിൻ്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ കിവി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 4 ആഴ്ച കിവി കഴിക്കുന്നത് മൂലം ഉറക്കപ്രശ്നമുള്ളവരിൽ നല്ല ഉറക്കം ലഭിക്കുന്നതിന് സഹായിക്കുമെന്ന് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. കിവി പഴത്തിൽ കാണപ്പെടുന്ന കറുത്ത വിത്തുകളിൽ ചെറിയ അളവിൽ ആരോഗ്യകരമായ ചില കൊഴുപ്പുകൾ അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പോളി അൺസാച്ചുറേറ്റഡ്, മോണോസാച്ചുറേറ്റഡ് കൊഴുപ്പുകൾ. ഒരു കിവിയിൽ 2 ഗ്രാമിൽ കൂടുതൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ആരോഗ്യകരമായ ദഹന വ്യവസ്ഥയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. അതിനാൽ ദഹന പ്രശ്നങ്ങൾ കുറയ്ക്കാനായി ഡയറ്റിൽ കിവി പഴം ഉൾപ്പെടുത്തുക.
അപ്പോൾ ഉയർന്ന കൊളസ്ട്രോൾ പോലുള്ള നിരവധി രോഗങ്ങളെ തടയാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുമൊക്കെ കിവി പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഈ പറഞ്ഞ ഓരോ ഗുണങ്ങളുമാണ് ഓരോരുത്തർക്കും കിവി പഴം കഴിക്കുന്നത് കൊണ്ട് ലഭിക്കുന്നത്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനുമൊക്കെ കിവി പഴം കൊണ്ട് ഇതുപോലെ നല്ലൊരു ഹെൽത്തി റെസിപ്പി തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഈയൊരു റെസിപ്പി തയ്യാറാക്കാനായി 1/4 കപ്പ് കൊഴുപ്പ് കുറഞ്ഞ പാല് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിയാ സീഡ് ഇട്ട് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു രാത്രി മുഴുവൻ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. പിറ്റേ ദിവസം രാവിലെ ഇത് പുറത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം കിവി പഴം ചെറുതാക്കി മുറിച്ചെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഡെക്കറേറ്റ് ചെയ്യാനായി അല്പം കോക്കനട്ട് ഫ്ലേക്സും കൂടെ ആഡ് ചെയ്യുക. നന്നായി മിക്സ് ചെയ്തെടുത്ത് കഴിക്കുക. നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ റെസിപ്പിയാണ്. വണ്ണം കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ട്രൈ ചെയ്ത് നോക്കുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി ചിയ കിവി പുഡിംഗ് ഇതുപോലെ തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. ഷുഗർ കുറയ്ക്കാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലൊരു റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാവുന്നതാണ്. താങ്ക്